പറയുന്നത്? ഓൾവേസ് ലവ്സ് മീ. താൻ തൊട്ടത് എൻ്റെ പെണ്ണിനെയാ. ഇതിനെന്തായാലും തന്നോട് ഞാൻ പകരം ചോദിച്ചിരിക്കും. തന്നോട് 40 വട്ടം അവിടെ തന്നെ ഇഷ്ടമല്ല എന്ന് പറയില്ലേ, പിന്നെ എന്തിനാണോ താൻ അവളുടെ പുറകെ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുന്നേ? നിർത്തിക്കൊടുന്നിന്റെ അധിക പ്രസംഗം നിർത്തടാ. നീ എന്താടാ വിചാരിച്ചേ? ഇന്നലെയോ വന്ന നീ 5-6 മാസം പ്രേമിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള നിന്റെ പ്രണയമാണോ ജനിച്ചന്ന് മുതൽ ഇവിടെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന എന്റെ മോന്റെ പ്രണയമാണോടാ വലുത്? അവൻ ഇവളെ നിനക്ക് വേണ്ടി 5-6 മാസമായി നിനക്ക് വേണ്ടി വിട്ടു തരണം. 10-25 വർഷം ഇവളുടെ പുറകെ പട്ടിയപ്പോഴും നടന്ന അവനൊന്നുമല്ല. ഇവള് കാരണം കുറെ അവൻ അനുഭവിച്ചതാ. തിരിച്ചതൊക്കെ അനുഭവിക്കണ്ടടാ അവളും. അമ്മയുടെ സ്ഥാനം നിന്റെ അമ്മയെ 10 മാസം ചുമതന്നെ ഞാനും പ്രസവിച്ചത്. നീ പൊട്ടിയ കിളിന്ത സാധനം. ആർക്ക് വേണമെങ്കിലും നിന്നെ പറ്റിക്കാം. എന്റെ കൊച്ചും കുറെ അനുഭവിച്ചതാ നീ കാരണം. അതെന്തിനാണെന്ന് പോലും നീ അറിഞ്ഞിട്ടില്ല. കുറെ നിന്റെ തന്തയും തള്ളയും കൂടെ അനുഭവിപ്പിച്ചിട്ടുമുണ്ട് ഞങ്ങളുടെ മക്കളെ. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുക, എന്റെ മോൻ നിന്നെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവന് നിന്നെ ഞാൻ കൊടുത്തിരിക്കും. അതെന്ത് വില കൊടുത്തും. കാരണം നിനക്ക് വേണ്ടി കുറെ ജീവൻ എടുക്കലും കൊടുക്കലും ഒക്കെ കൊടുത്തു കഴിഞ്ഞതാ. ഇനി അവൻ ചത്തു ജീവിക്കാനേ ബാക്കിയുള്ളൂ. അതും കൂടെ കഴിയുമ്പോ പൊന്നുമോൾക്ക് തൃപ്തിയാവും. അവന്റെ പ്രാണൻ എടുത്തു കഴിയുമ്പോ അതുവരെ നീയൊക്കെ ഇങ്ങനെ കിടന്ന് കളിക്കും, ചിലച്ചോണ്ടിരിക്കും. എന്നിട്ട് മറ്റൊരുത്തനെ മനസ്സിൽ വെച്ചോണ്ട് അവിടെ നടക്കുക. പാസ്റ്റാണെന്ന് പോലും അത്ര വേഗം മറക്കാൻ പറ്റുന്നതാണോടാ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതല്ല. നീ ഇവളുടെ കണ്ണുനീരിന് മുമ്പ് ഇങ്ങനെ അലിഞ്ഞു പോകുന്നത് കൊണ്ടാ നിനക്ക് ചുറ്റുമുള്ള ആൾക്കാർ ഇവിടെ നിന്റെ വീക്ക്നെസ് ആണെന്ന് മനസ്സിലാക്കി കളിച്ചുകൊണ്ടിരിക്കുന്നേ. നീ അതിനി മനസ്സിലാക്കാതിരിക്കരുത്. ഇനി ഇവിടെ എന്റെ കൺമുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വല്ലതൊക്കെ വിളിച്ചു പറയും. പിന്നെ അറിയാലോ ഇവിടെ എന്തൊക്കെ സംഭവിക്കുമെന്ന്. അതുകൊണ്ട് നിന്റെ പെണ്ണിനെ നീ എത്രയും വേഗം എന്റെ കൺമുമ്പിൽ നിന്ന് വിളിച്ചുകൊണ്ട് പൊയ്ക്കോണം. അത്രമാത്രം ഗതികെട്ടാ നിൽക്കുന്നേ. ഇത് പിള്ളാരെ, ഇവൻ ഇനി അടുത്ത കാലത്തൊന്നും ആകാശം കണ്ടുപോരുത്. പട്ടിണിക്കിട്ടേക്കണം. എന്റെ കൊച്ചുമോന്റെ ദേഹത്ത് അവൻ തൊട്ടത് അതിനവൻ അനുഭവിച്ചേ പറ്റൂ. പിടിക്കണവനെ. വിട്ടോ എന്നെ, വിട്. ഇത്രയൊക്കെ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അങ്ങേര് 10-25 വർഷം ഇവളുടെ പുറകെ നടന്നിട്ടുണ്ടാവും. ഞാൻ 5 മാസം നടന്നെങ്കിലും ആ 5 മാസവും ഇവൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു. അതേപോലെ 10-25 വർഷം അങ്ങേര് നടന്നിട്ട് ഒരു കാര്യമില്ല. കാരണം ഇവൾക്ക് അങ്ങേരെ ഇഷ്ടമല്ല. പിന്നെ പ്രണയത്തെക്കുറിച്ച് നിങ്ങൾ പാവിട്ട് പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ കൊച്ചുമോൻ ശ്രീരാമചന്ദ്രനാണെന്ന്. സ്നേഹിച്ചൊരുത്തി, വിശ്വസിച്ച് വന്നൊരുത്തി, സ്വന്തം കൈകൊണ്ട് ജീവൻ എടുത്ത് ഇങ്ങേരെയൊക്കെ ഏത് പെണ്ണും മതിക്കാനോ? നീ ഇങ്ങനെ വിശ്വസിക്കരുത്. ഇങ്ങനെ നരഭൂജി വിശ്വസിക്കുന്നവരുടെ ജീവനെടുക്കാൻ ഒരു മടിയുമില്ലാത്തവനാ. അനുഭവം സാക്ഷി എനിക്കത്. നീ പറഞ്ഞത് ഇങ്ങോട്ടേക്കാ കയറുന്നേ. നിനക്ക് എന്നെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല, ചുണ്ണാമ്പും അറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ നീ ഇങ്ങനെ പറയില്ല. കാരണം അത്രമാത്രം അനുഭവിച്ചു കഴിഞ്ഞു ഞാൻ. തന്നെ കുറിച്ച് എനിക്കെന്തറിയില്ല എന്നോട് താൻ പറയുന്നത്. തൻ്റെ കുക്കുണ്ടല്ലോ, അവളെ ഞാൻ പ്രേമിച്ചത് എന്തിനാണെന്നറിയാം. ഒരു വാശിക്ക് പുറത്ത് കൂടെ കെട്ടി പൊറപ്പിക്കാമെന്ന് വിചാരിച്ചല്ല. കാരണം ഇഞ്ചിഞ്ചായി അനുഭവിക്കണമെന്ന് വിചാരിച്ച് തന്നെയാ തൻ്റെ കുടുംബം. പക്ഷെ ഞാൻ ഇത്രയൊക്കെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ അവളതൊക്കെ അവളുടെ സ്നേഹം കൊണ്ട് നേരിട്ടപ്പോൾ തോറ്റു കൊടുക്കേണ്ടത് അവൾക്ക് മുമ്പ്. എന്നൊരു കാര്യം കൂടി ആലോചിച്ചു. എന്റെ ചേച്ചിയപ്പോൾ അവളും കൂടെ ഇല്ലാതെ അവരത്. അങ്ങനെ ഞാനും താനും തമ്മിൽ എന്ത് വ്യത്യാസം? തനിക്കറിയാം. തന്നെ വിശ്വസിച്ച് എന്റെ സ്നേഹത്തിൽ മതങ്ങളെ അന്ധമായി തന്നെ വിശ്വസിച്ച് തനിക്ക് വേണ്ടി സ്വന്തം ശരീരം പോലും പണയം വെച്ച് തന്ന നിത്യം അറിയും. തന്റെ പ്രണയകളിൽ കുടുങ്ങി അവസാനം പിഴപ്പിച്ച് കൊന്നില്ലേ താൻ. അതെന്റെ ചേച്ചി. അതിനുള്ള പ്രതികാരം നീ തന്നെ തന്റെ പെണ്ണിനെ തന്നെ പ്രേമിച്ച്. പക്ഷെ തോറ്റുപോയി. അവളെ
നിങ്ങളുടെ സ്നേഹത്തിന് മുമ്പ് ഇനി ഞാൻ വിട്ടുകൊടുക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഞാൻ ചത്തോട്ടെ, അതാ നല്ലത്. ഇനി ഒരിക്കലും നമുക്കൊന്നിക്കാൻ സാധിക്കില്ല. ഈ പിഴച്ചവളെ നിന്റെ കുടുംബം അംഗീകരിക്കില്ല. നമ്മളെ പിരിയേണ്ടി വരും. അതിനും ഭേദം ഞാൻ മരിക്കുന്നത്. വിട്ടേക്ക്, നമുക്ക് അടുത്ത ജന്മത്തിൽ എന്താണോ തന്റെ നാവിളിഞ്ഞ് സംസാരിക്കാൻ? നിങ്ങൾക്ക് കാശിന് കുറച്ച് കുറവുണ്ടെന്നുള്ളൂ. അഭിമാനത്തിനും അന്തസ്സിനും സ്വഭാവഗുണത്തിനും ഒരു കുറവുമില്ല. മകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കുന്ന അച്ഛൻ വയറ്റിൽ കിടന്ന് കൊച്ചു ചാവുന്നതിന് വായിക്കുന്നത് എത്ര വേദനയോ. കെട്ടിച്ചു വരുന്നതിന് മുമ്പ് കൊച്ചുകളുടെ ചോദ്യം തല കുനിച്ച് നിന്നപ്പോ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ആ മനുഷ്യന്. ഞാൻ നൃത്തം ഒന്നും ചെയ്തിട്ടില്ല. അതല്ല അവിടെ വെച്ച് ഈ നൃത്തം കൂടെ പറ. തന്റെ പങ്കാളികൾക്ക് ഉറപ്പിച്ച് ചിന്തൻ ഇട്ട് കൊടുത്തിരുന്നുവെന്ന് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് 2 മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞ് എന്ത് ചെയ്തു? ഭൂലോകം പോലും അതിന് കാണാൻ പറ്റില്ലല്ലോ. പഴയത്തിനകത്തൊരു കൊച്ചിനെ വെളുത്തിട്ട് കൊന്നു കളഞ്ഞില്ലോടെ താൻ എന്റെ പെങ്ങളെ. എന്ത് പാപയോടെ നിന്നോട് ചെയ്തേ? എന്നാ എല്ലാവരും കൂടെ പോയിട്ട് നല്ല അച്ഛൻ നാട്ടില് അച്ഛൻ അടക്കം ചെയ്ത സ്ഥലം വീടും നാടൊക്കെ കണ്ടോ? ഇത്രയും നേരത്തെ എത്തിയല്ലോ. എടാ ഇവന് എന്താടാ ഇവനെന്താന്ന് ഇങ്ങനെ പോന്നെ? എടാ ഞാൻ എനിക്ക് നിന്നോട് കുറച്ച് ആരും സംസാരിക്കാനുണ്ട്. അതെ, ഇമ്പോർട്ടന്റാ. കുക്കു നീയെങ്കിലും പറ, എന്താ ഇങ്ങനെ പറ്റിയത്? അമ്മ എന്താ? നിങ്ങളുടെ മോനെന്താ മനസ്സിൽ എങ്ങനെ പോകുന്നേ? ഞാൻ വിളിച്ചിട്ടൊന്നും തിരിഞ്ഞു പോലും നോക്കിയില്ല. അല്ല, കുക്കുവിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഒരുമാതിരി കരഞ്ഞു തീർത്ത പോലെ. എന്താ അമ്മ എന്താ ഇങ്ങനെ പറഞ്ഞു? എന്നെ പറ്റിയ മോളെ കുക്കു? അതെന്നെ മുത്തശ്ശൊന്നും പറഞ്ഞില്ല. മുത്തശ്ശോട് ഞാൻ ഒരുപാട് ചൂടായത്. ഇന്നലെ ഒരുപാട് മോശമായിട്ടല്ലേ പറഞ്ഞു. അതൊക്കെ ആലോചിച്ചപ്പോ എനിക്ക് വല്ലാത്ത വിഷമം വന്നു. മുത്തശ്ശി, ഐ ആം സോറി, എന്നോട് ക്ഷമിക്കണം. പിന്നെ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം പറയാനാ ഞാൻ വന്നേ. ജോണിക്കുപ്പേ, ജോണുങ്കൾ. ഇനി ഞാൻ ജോണുങ്ങളെ ജോണിക്കുപ്പേന്ന് വിളിക്കും. എനിക്ക് ധാരാട്ടനെ കല്യാണം കഴിക്കാൻ സമ്മതം. എന്താ വെച്ചാ നിങ്ങളെ തീരുമാനിച്ചോ? അപ്പയമ്മയുടെ അടുത്ത് നിങ്ങളെന്നെ പറയണം. ഞാൻ ചേച്ചി മോളുണ്ടല്ലോ അല്ലേ? എന്നാ പിന്നെ ഞാനൊന്ന് പോയി കണ്ടേച്ചും വരാം. എന്തുപറ്റി പെട്ടെന്നൊരു തീരുമാനത്തിൽ മാറ്റം? സത്യം പറമ്മേ, അമ്മ സത്യത്തെ എന്താ അവളോട് പറഞ്ഞത്? എന്റെ പൊന്നു ജിനി, നീ എന്റെ അമ്മ ഇങ്ങനെ സംശയത്തിന്റെ നേരിൽ എപ്പോഴും കാണുന്നുണ്ടോ? നിനക്ക് അങ്ങനെയൊക്കെ തോന്നേ? എന്തായാലും നമ്മൾ സന്തോഷിക്കുന്ന നിമിഷമല്ലേ? എനിക്ക് പേടിയാണ്. നമ്മളെന്നെ കാണിച്ചത്